ഞാൻ വേറൊരു കാര്യൂടെ നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. ഈ ഈ സിറ്റിക്കകത്ത് ഇത് ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. ഈ സിറ്റിക്കകത്ത് ഇപ്പം ഈ എച്ച്എഫ് എന്ന് പറയുന്ന ഗ്യാങ് ഡിസ്മാൻഡിൽ ആയെന്ന് പറയുന്ന സ്റ്റോറി ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എന്തായാലും നമ്മൾ കുറേ ഒരുമിച്ച് കളിച്ചതാ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ വട്ടം എച്ച്എഫ് ഡിസ്മാൻഡിൽ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. കാരണം എന്താന്ന് പറയട്ടെ, ഈ റാവുത്തർ ശശി എന്നൊക്കെ പറയണ അവനെ പോലത്തെ കുറേ അവന്മാരുണ്ട് അതിനകത്ത്. ഇത് എന്തേലും മര്യാദയ്ക്ക് എവിടെയെങ്കിലും പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ സെർവറുകളിൽ വരിക, ഇങ്ങനത്തെ എന്തെങ്കിലും കുണ്ണത്തരം പറയുക, ഓരോരുത്തരുടെ ഓസി എടുത്ത് സംസാരിക്കുക, വീട്ടുകാരെ നാട്ടുകാരെ ട്രാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രശ്നങ്ങൾ, മനസ്സിലായ? എന്നിട്ട് നേരെ എച്ച്എഫ് ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നിട്ട് എച്ച്എഫ് തിരിച്ചു വന്നു. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ റാവുത്തർ ശശി വെൽക്കം ടു ദ ഫാമിലി എഗെയിൻ എന്ന് പറയുമ്പോൾ കുറേ തീയും പുകയും വണ്ടിയെല്ലാം വാരിയിടും. 2 ദിവസം കഴിയുമ്പോൾ ഇവൻ ഈ റാവുത്തർ ശശി എന്തെങ്കിലും തന്തയിലായ്മ കാണിക്കും. പെട്ടെന്ന് ഹെൽഫയറിന്റെ സ്റ്റോറി വരും. റാവുത്തർ ശശി എച്ച്എഫിന്റെ പാർട്ടേ അല്ല. അങ്ങനെ ഒരാളെ നമുക്ക് അറിയത്തേ ഇല്ല. നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ഇതിലും ഇങ്ങനെ പോണേലും ഭേദം ഇവന്മാര് ഡിസ്മാൻഡിലായി പോണതാണ്. അതിന്റെ കൂടെ ഹാക്കും അണ്ടിയും എന്തൊക്കെ പിടിച്ചാ ഗ്യാങ്ങിന്ന്, മനസ്സിലായ? അതിന്റെ കൂടെ ഹാക്കും അതും ഇതും എത്ര പ്ലേയേഴ്സിനെയാ ഗൈസ് അതിനകത്തുനിന്ന് പിടിച്ചേ. ഇനിയിപ്പോ ആ ഒരു പേരിങ്ങനെ ഇട്ട് ഇതാക്കുന്നതിലും ഭേദം ഇവന്മാര് പോണതാണ് ഏറ്റവും നല്ലത്, മനസ്സിലായ? ഇപ്പൊ ഇത് കണ്ടിട്ട് നാളെ ഇത് വരും, അങ്ങനെ ഞങ്ങളൊക്കെ പോവോ എന്റെ ഇതെടുത്തിട്ട്, മനസ്സിലായ? എന്തായാലും ഇവൻ പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് പോവണ്ട. അപ്പൊ ഹെൽഫയർ പൊക്കോ, ആർക്കും വലിയ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ ആർപി ഒക്കെ ചെയ്യട്ടെ, എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ, ഞാനെന്നാ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കും 2026 എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് 26-ന് ഞാൻ വരാം. അതുപോലെ തന്നെ സൈലത്തിന്റെ പരിപാടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അനന്തപുർ, ഈ 28-ന് കോഴിക്കോടല്ലേ സ്ഥലം? കോഴിക്കോടാണോ കണ്ണൂരാണോ? സൈലത്തിന്റെ പരിപാടിക്ക് അവരുടെ എന്തോ എല്ലാ വർഷവും നടത്തുന്ന ആനുവൽ മീറ്റപ്പ് ഇല്ലേ, അതിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ന്യൂ ഇയർ പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു റെഗുലർ സ്ട്രീമാണ്. ഈ വട്ടം ഒരു കള്ളത്തരവും ഇല്ലേ. ജനുവരി തൊട്ട് നിങ്ങൾ കാണാൻ പോണത് റെഗുലർ സ്ട്രീമറിനെയാണ്. കൊച്ചിയിലെ സ്ട്രീം, നാട്ടിലെ സ്ട്രീം, എല്ലായിടത്തെ സ്ട്രീം, റെഗുലർ സ്ട്രീമർ. ഈ വട്ടം വാക്ക് തെറ്റിക്കൂലേ? ഈ വട്ടം വാക്ക് തെറ്റിക്കൂലെന്ന് പറഞ്ഞാൽ തെറ്റിക്കൂല, അത് ഉറപ്പാണ്. ഈ വട്ടം ഞാൻ വാക്ക് തെറ്റിക്കൂലേ? കോപ്പാണ് കള്ളക്കള. ഇല്ലല്ല, ഈ വട്ടം വാക്ക് തെറ്റിച്ചാൽ നിങ്ങൾ എല്ലാവരും അൺസബ് ചെയ്ത് പൊക്കോ. ജനുവരിയിൽ റെഗുലർ സ്ട്രീംസ് വന്നില്ലെങ്കിൽ നിങ്ങൾ അൺസബ് ചെയ്ത് എല്ലാം ഡിലീറ്റ് ചെയ്ത് പൊക്കോ. ഓക്കെ, നമ്മൾ ജനുവരി തൊട്ടാണ് റെഗുലർ സ്ട്രീം തുടങ്ങണം, മനസ്സിലായ? 5 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്, എടാ എന്താടാ ഈ വർഷം എന്നെ വിശ്വസിക്കടാ, ഒരു പുതിയ വർഷം വരുമല്ലേടാ, ഒരു പുതിയ വർഷം വരുന്നു, ഒരു പുതിയ ഇത് വരുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്ക്, കള്ളനാക്കല്ലേ എന്നെ. ഒന്നാമതേ ഞാൻ വിഷമിച്ചിരിക്കുക, എന്നെ കൂടുതൽ കള്ളനാക്കല്ലേ. ഇല്ല അതാണ് അത് ഞാൻ പറഞ്ഞത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ മൂഞ്ചി. ഈ വട്ടത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ജിമ്മൊന്നും അല്ല. ഈ വട്ടത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് അറിയാം എൻ്റെ? റെഗുലർ സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ എടുത്തുള്ള സ്ട്രീം. ഈ 2 മാസം ഭയങ്കര മെസ്സി ആയിരുന്നു നമ്മുടെ സ്ട്രീം. പക്ഷെ അതിന് മുമ്പത്തെ മാസമെല്ലാം 2 മാസം നമ്മൾ കിടിലമായിട്ടാണ് വന്നത്, മനസ്സിലായോ? 100 ഡേയ്സ് സ്ട്രീം ഇല്ലല്ലേ. ജനുവരിയിലെ സ്ട്രീം ഞാൻ തുടങ്ങാൻ പോണേ എങ്ങനെയായിരിക്കും എന്നറിയാവോ? ഒരു 24 hours സ്ട്രീമിലായിരിക്കും ഞാൻ ജനുവരിയിലെ സ്ട്രീം തുടങ്ങാൻ പോണത്. ഇതെൻ്റെ വാക്കാ. ജനുവരിയിലെ സ്ട്രീം ഞാൻ തുടങ്ങാൻ പോണത് 24 hours സ്ട്രീമിലായിരിക്കും ഞാൻ തുടങ്ങാൻ പോണേ. അത് ഉറപ്പ് പറയാം. ജനുവരി 2-ാം തീയതി ഗ്യാങ് വേണ്ടി റിവ്യൂല് ഗ്യാങ് ഇതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാക്കി ആ ലൈവ് 24 hours നിർത്തുള്ളൂ. ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. ഓക്കെ ബൈ. ഫ്രഷ് എടാ 24 hours ലൈവ് ആണ്. അത് 24 hours ലൈവ് ആണ്. ഉറപ്പിക്കാം. അല്ല, ആ ലൈവിൽ നമുക്കൊരു ടാസ്ക് തീർക്കാനുണ്ട്. ആ ടാസ്ക് തീരുന്നിടം വരെ ലൈവ് ഉണ്ടാവും. അത് ഇനി 24 hours വരെ എത്തിയാലോ അതിൽ കൂടുതൽ എത്തിയാലും ഞാൻ അത് കണ്ടിരിക്കും, ആ ടാസ്ക് ആയിട്ടിരിക്കും. ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പൊ
അത് ആ ടാസ്ക് തീരുന്നവരെ നമ്മളുണ്ടാവും 24 hours ലൈവ്.